ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ തലേന്നുള്ള ചെറിയൊരു പർച്ചേസിങ് വ്ളോഗാണ്. ഇപ്പോൾ സ്ഥിരം പരിപാടി ആയിട്ടുണ്ട് എനിക്കൊക്കെ റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്യൽ. അങ്ങനെ ഇതാ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. നെസ്റ്റോയിൽ വണ്ടി പാർക്ക് ചെയ്ത് നേരെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇവിടെ ബില്ലിംഗ് കൗണ്ടറിൽ നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് കൗണ്ടർ എക്സ്പ്രസ് കൗണ്ടറാണ്, അത് ലെസ് ദാൻ 10 items കൗണ്ടറാണ്. ബാക്കി 6 കൗണ്ടേഴ്സ് ഉണ്ട്. ആ 6 കൗണ്ടേഴ്സിലും ആകെ ഉള്ളത് 2 കൗണ്ടർ മാത്രമേ ഓപ്പൺ ഉള്ളൂ. ബാക്കി 5 കൗണ്ടർ കാലിയാണ്. പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ബില്ലിംഗ് ടൈം ഏകദേശം 12:30 ആണ്. എന്നിട്ട് പോലും അവിടെ ബാക്കി കൗണ്ടർ ഫുള്ള് കാലിയാണ്. അതൊരു മൈനസ് മാർക്ക് തന്നെയാണ് നെസ്റ്റോന്. അങ്ങനെ സാധനങ്ങൾ ഫുള്ള് വണ്ടിൻ്റെ ബാക്കിലിട്ട് ഞാനിത് തിരിച്ചു പോയേനെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഇപ്പോൾ ജുമ്മയിലുണ്ട്. അപ്പോൾ ആബി ജുമാക്ക് പോയി വന്നതിന് ശേഷം വേണം ഇനി മക്കളതും ആബിൻ്റെ എല്ലാം ഡ്രസ്സ് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ. ഞാൻ പിന്നെ ഓൺലൈനിൽ ഒരു ഡ്രസ്സ് കണ്ടിട്ട് ഓർഡർ ആക്കി. പിന്നെ ഞാനിത് വീട്ടിലേക്ക് പോയെന്ന്. ഗേറ്റ് ക്ലോസ് ചെയ്യുമെന്നറിയില്ല. ഭാഗ്യത്തിന് റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പോകുമ്പോൾ കുടുങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ എപ്പോൾ കുടുങ്ങലുണ്ട്. പിന്നെ എനിക്ക് 2 പുഡിങ്ങിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായി. ഞാനിപ്പോൾ അതൊക്കെ സെറ്റാക്കിയെന്ന്. ഒന്ന് മാംഗോ പുഡിങ്ങാണ്, പിന്നെ ഒന്ന് ടോഫിയാണ്. അങ്ങനെ 2 പുഡിങ്ങും ഇതാ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പുഡിങ് ഓർഡർ തന്നാൽ അതിൻ്റെ സാമ്പിൾ തരാൻ പറഞ്ഞു. അപ്പോൾ ഓർക്ക് കൊടുക്കാൻ വേണ്ടി 2 സാമ്പിൾ സെപ്പറേറ്റ് സെറ്റാക്കിയതാണ്. അങ്ങനെ ഇതാ അതൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഡിസ്പോസിബിൾ കണ്ടെയ്നറിൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിസ്പോസിബിൾ സെറ്റ്. അപ്പോൾ കാബ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് പുഡിങ്ങും അവിടെ കൊടുത്ത് പിന്നെ കാറും അവിടെ വാഷിന് കൊടുത്തിട്ട് നമ്മളിത് ടൗണിൽ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഞായറാഴ്ച ഒരു ഇവൻറ്റ് ഉണ്ട് പയ്യാമ്പലം ബാനൂസ് റിസോർട്ടിലാണ്. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എന്തായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവൻറ്റിൻ്റെ ആ ഒരു സൈറ്റിലേക്ക് പോയേനെ. അവിടെ നോക്കിയപ്പോൾ അവിടെ തകൃതിയായിട്ട് ഇതാ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പന്തലൊക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്ത് ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, ചെയർസൊക്കെ ഇറക്കിയിട്ടുണ്ട്, ഡിഷൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അറേഞ്ച്മെൻറ്റ്സ് ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പിറ്റേന്ന് പെരുന്നാളാണല്ലോ, അപ്പോൾ ഒരു ദിവസത്തെ ഗ്യാപ്പ് വരുന്നത് കൊണ്ടെല്ലാം തലേന്ന് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സെഞ്ചുറിയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് സെഞ്ചുറിയിൽ എത്തിയിട്ടുണ്ട്. സെഞ്ചുറിയിൽ ഇതാ പർച്ചേസൊക്കെ കഴിഞ്ഞ് മാഷാല്ലാ രണ്ടാക്കും പെട്ടെന്ന് തന്നെ ഡ്രസ്സ് കിട്ടീന്. ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് നല്ല പേടി ഉണ്ടായിന്. രണ്ടാക്കും നല്ല ഡ്രസ്സൊക്കെ കിട്ടുമെന്ന്. നല്ല മാച്ചിന് ബ്ലാക്ക് തന്നെ നല്ല ഡ്രസ്സെല്ലാം കിട്ടീന്. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ചു പോയേനെ. എന്നെപ്പോലെ എല്ലാവരും പെരുന്നാളുടെ തലേന്നാണ് ഡ്രസ്സ് എടുക്കാൻ വന്നതിന്. അത്ര തിരക്കേനു. കാർ എടുക്കാത്ത ഭാഗ്യമായി. 2 വീലർ ആയതുകൊണ്ട് നമ്മുടെ ഒരു ഗ്യാപ്പിന് എങ്ങനെയല്ലോ രക്ഷപ്പെട്ടു പോകുന്നുണ്ടേ. പിന്നെ ഇത് ആബിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ടെൻഷനിലാണ് വന്നിട്ടുള്ളത്. ആബി ഇത് ട്രയൽ റൂമിൽ പോയിട്ടുണ്ട്. ഫുള്ള് ബോയ്സാണ്, എല്ലാവരും തലേന്നാണ് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുള്ളത്. ഒരാളിവിടെ ബില്ലൊക്കെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എക്സ്പാൻഷൻ ഇറങ്ങി നമ്മൾ തിരിച്ചു പോയാൽ നല്ല ടയേർഡായിന് ഞാൻ, കാരണം നോമ്പാണ്. അങ്ങനെ വാഷിനെടുത്ത കാർ തിരിച്ചെടുക്കാൻ വേണ്ടി സർവീസ് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് കാർ എടുത്ത് വീട്ടിലേക്ക് പോയി. ഏകദേശം ബാങ്ക് കൊടുക്കേണ്ട സമയം ആവാനായി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഒരു 2 ട്രസ്ലെസ് മിൽക്ക് കേക്ക് സെറ്റാക്കാനുണ്ടായിരുന്നു. ഒരു 1 kg ഒരു 1/2 kg. പെരുന്നാളുടെ അന്നത്തെ ഓർഡറാണ്. അപ്പോൾ തലേന്ന് തന്നെ സെറ്റാക്കി ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് ടെൻഷനില്ലല്ലോ. അപ്പോൾ ആ പരിപാടിയൊക്കെ തീർത്തു. അപ്പോൾ ശരി, ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.